കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ സതീശ. അങ്ങനെ അങ്ങ് കണ്ണടച്ചിരുട്ടാക്കിയാൽ എങ്ങനാ? ലഹരി സൂക്ഷിച്ചതിന് പിടിയിലായതും ഓടി രക്ഷപ്പെട്ടതും KSU നേതാക്കന്മാർ. പക്ഷെ ആക്ഷേപം മുഴുവൻ SFIക്കാർക്കും. ഇതെന്ത് ന്യായമാണ്? അല്ലെങ്കിലും സതീശൻ ചക്ക എന്ന് പറഞ്ഞാൽ ചുക്ക് എന്നേ കേൾക്കൂ. അതിപ്പോൾ ആർക്കാണ് അറിയാത്തത്? കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ലഹരി വേട്ട നടത്തി പിടിക്കപ്പെട്ടതിനെ പറ്റി സതീശൻ പറയുന്നത് പിടിക്കപ്പെട്ടത് മുഴുവൻ SFI നേതാക്കളാണെന്നും കോളേജ് യൂണിയൻ ഭാരവാഹികൾ മാത്രമാണ് അതിൽ പ്രതികൾ എന്നുമാണ്. ലഹരി മാഫിയയുടെ കണ്ണിയായി SFI മാറിയിരിക്കുന്നുവെന്നും 2024 തന്നെ നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്തു എന്നും SFIക്ക് രാഷ്ട്രീയ പിതൃത്വം ഉള്ളത് മുതലെടുത്തുകൊണ്ട് അവർ മാത്രമാണ് കേരളത്തിലെ മുഴുവൻ ലഹരി മാഫിയയുടെയും സ്രോതസ് എന്നുമാണ്. ലഹരി ഉപയോഗിക്കുന്നത് ഏത് പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിലും അത് തെറ്റു തന്നെയാണ് എന്ന് കരുതി ലഹരി കൈമാറ്റം ചെയ്യുന്നത് ഒരു പാർട്ടിയുടെ മാത്രം കുത്തകയാണ് എന്ന് പറഞ്ഞ് അവരെ അടച്ചാക്ഷേപിക്കുന്നത് അത്ര നല്ല പ്രവണതയല്ലല്ലോ. പിന്നെ രാഷ്ട്രീയ പിതൃത്വത്തിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ SFIക്കാർക്ക് പറയാൻ ഒരു പിതൃത്വമുണ്ട് എന്നത് നല്ലൊരു കാര്യമല്ലേ? കോൺഗ്രസുകാർക്കൊരു പിതൃത്വം പോലും ഇല്ല എന്ന് സ്വന്തമായി വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ പിന്നെ എന്തു പറയാനാണ്? പിതൃത്വമില്ലായ്മ അത്ര വലിയ കാര്യമാണോ എന്ന് സതീശൻ ഒന്നുകൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. ലഹരി മാഫിയ കേരളത്തിലെ കണ്ണികൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഈ വർഷം 500 പേരാണെങ്കിൽ അടുത്ത വർഷം 5000 എന്ന കണക്കിൽ ആ ശൃംഖല വികസിപ്പിക്കുമ്പോൾ അതിന് പ്രധാനമായും കൂട്ടുനിൽക്കുന്നത് SFI ആണ് എന്നും VD സതീശൻ ആരോപിച്ചു. CPM നേതൃത്വവും ഗവൺമെന്റും ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് അപകടത്തിലേക്കാണ് പോകുന്നതെന്നാണ് സതീശന്റെ ഭയം. സ്വന്തം കണ്ണിലെ കരടെടുക്കാൻ അറിയില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിൽ സതീശൻ അല്ലെങ്കിലും ബഹുകേമനാണ്. പൂക്കോട് സിദ്ധാർത്ഥിന്റെ കേസിൽ ഒരു ലഹരി മരുന്ന് മാഫിയ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അതിലും SFI നേതാക്കൾ ഉണ്ട് എന്നും സതീശൻ ആരോപിക്കുന്നു. പോളിടെക്നിക് കോളേജിൽ പരിശോധന നടത്തിയപ്പോൾ അവിടെ പഠിക്കാത്ത പുറത്തുനിന്നുള്ള SFI നേതാക്കൾ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി എന്നും നിയമസഭയിൽ ലഹരിയുടെ അമിത വർധനവിനെ പറ്റിയുള്ള പ്രശ്നം അവതരിപ്പിക്കുകയും തുടർന്ന് മാധ്യമവും പ്രതിപക്ഷവും സംയുക്തമായി ഈ പ്രശ്നം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തതിനു ശേഷമാണ് കഴിഞ്ഞ 2 ആഴ്ചയായി ഗവൺമെന്റ് ഇതിനെതിരെ തുടർച്ചയായ പരിശോധനകൾ നടത്തുന്നത് എന്നും അതിനു മുൻപ് ഗവൺമെന്റ് ഇതിൽ കാര്യമായ ഗൗരവം കാണിച്ചില്ല എന്നും സതീശൻ ആരോപിക്കുന്നു. അത്തരത്തിലൊരു അന്വേഷണം നടന്നാൽ അതിന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതിപക്ഷവും സഹകരിക്കുമെന്നും എന്നാൽ ക്യാമ്പസിൽ അന്വേഷണം നടന്നപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ, അതും അവിടെ പഠിച്ച മുന്നേ കഴിഞ്ഞുപോയ ആൾക്കാർ പോലും വന്ന് പ്രശ്നമുണ്ടാക്കി എന്നും ഇത് രൂക്ഷമായ ഒരു പ്രശ്നമാണ് എന്നും പറഞ്ഞ സതീശൻ SFI പ്രസ്ഥാനത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്തത്. KSUക്കാരാണ് ഇതിന് പിന്നിലെന്ന ആരോപണം ഉണ്ടെങ്കിലും അത് വാസ്തവ വിരുദ്ധമാണ് എന്നും അറസ്റ്റ് ചെയ്ത പ്രതികളെ പോലീസിന് പിടിക്കാനുള്ള സൗകര്യത്തിനാണ് KSUക്കാർ അവിടെ വന്ന് നിന്നത് എന്നും SFIക്കാരാണ് പ്രശ്നം ഉണ്ടാക്കിയത് പോലും അതുകൊണ്ട് SFIക്കാരുടെ മടിയിൽ തന്നെയാണ് കനമെന്നുമാണ് സതീശൻ ശക്തമായി വാദിക്കുന്നത്. അപ്പോൾ പോലീസ് വന്നപ്പോൾ ഓടി രക്ഷപ്പെട്ട നേതാക്കന്മാരൊക്കെ ആരായിരുന്നു എന്നുകൂടി സതീശൻ പറയണം. ശനിയാഴ്ച SFI യൂണിയൻ സമ്മേളനം നടക്കാനിരിക്കുകയായിരുന്നു. അതിനിടെ കൊടിതോരണങ്ങൾ കെട്ടുന്ന തിരക്കിനിടയിലായിരുന്നു SFI നേതാക്കന്മാരെല്ലാം. അതിന്റെ ഭാഗമായാണ് പല നേതാക്കന്മാരും അവിടെ വന്നത്. എന്നാൽ സതീശനും കൂട്ടരും അതിനെയൊക്കെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വളച്ചൊടിച്ചു. എന്താ KSUക്കാർക്ക് മാത്രമേ ഹോസ്റ്റലിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ നിൽക്കാനും വരാനും പാടുള്ളൂ? ഇക്കണക്കിന് അവിടെ കൂടിയ നാട്ടുകാരെയും മാധ്യമ പ്രവർത്തകരെയും കൂടി ഇടതുപക്ഷത്തിന്റെ പട്ടികയിൽ ചേർത്ത് ചാപ്പ കുത്തുമല്ലോ സതീശ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ലഹരിയുടെ കേന്ദ്രമാണെന്നും അവിടുത്തെ യൂണിയൻ ഓഫീസ് ഇടിമുറിയാണെന്നും സതീശൻ പറഞ്ഞു. ഭിന്നശേഷിക്കാരനെ കൊണ്ട് കൊടിമരത്തിൽ കൊടി കെട്ടിപ്പിക്കാൻ ശ്രമിച്ചു എന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് യൂണിയൻ മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചുവെന്നുമാണ് സതീശന്റെ ആരോപണം. എന്നാൽ പ്രധാന പ്രതി KSU നേതാവാണല്ലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സതീശൻ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. പുച്ഛിച്ചു തള്ളിയത് കൊണ്ട് കാര്യമില്ല സതീശ. പ്രതികളെ പിടിക്കപ്പെടുമ്പോൾ എല്ലാത്തിനും ഉത്തരം പറയേണ്ടി തന്നെ വരും.